ക്കും സ്ഥാപനങ്ങൾക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അത് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് കൂടി കൂടി വരികയാണ്. ഇന്നലെയൊക്കെ സിനിമ, സാംസ്കാരിക സാഹിത്യ ലോകത്തുനിന്നുൾപ്പെടെ തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തുകളും ടെലിഫോൺ കോളുകളും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെയുള്ള കുറിപ്പുകളൊക്കെ വരികയുണ്ടായി. സ്വാഭാവികമായിട്ടും കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് NDA ആണ്. NDAക്ക് നേതൃത്വം കൊടുക്കുന്നത് BJP ആണ്. അതിൽ അസ്വസ്ഥത പൂണ്ട ചില സോഷ്യൽ മീഡിയ സംഘങ്ങളും അതോടൊപ്പം തന്നെ ചില മുതിർന്ന നേതാക്കന്മാരും തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന സമീപനങ്ങൾ എടുക്കുകയാണ്. അത് അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സഹകരിച്ചവരൊക്കെ തന്നെ ഞങ്ങൾ നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷന് ശുചീകരണമാണ് കോർപ്പറേഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരമ്പരാഗതമായി നടത്തുന്ന ശുചീകരണ പ്രവർത്തനം എവിടെയൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ റെക്കോർഡ് വേഗതയിൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, റെക്കോർഡ് വേഗതയിൽ 2:30 മണിക്ക് ആരംഭിച്ചു. 8:30 മണിയായപ്പോഴേക്കും പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ തന്നെ ശുചീകരണം പൂർത്തിയാക്കി റോഡ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഇത്തവണത്തെ ഒരു പ്രത്യേകത, പൊങ്കാല ഇടാൻ കൊണ്ടുവന്ന വിറകും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ലും ഞങ്ങൾ അതേ സമയത്ത് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഒരാഴ്ചക്കപ്പുറം ചുടുകല്ല് ഫുട്പാത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഇതുവരെയുള്ള പത്രസമ്മേളനം അത് പറയാത്തതാണ്. ഇന്നൊരു സാഹചര്യം മാറിയതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഇത്തവണ വിറകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ ചുടുകല്ല് മാറ്റിയിരുന്നു. പ്ലാസ്റ്റിക് പ്രത്യേകം തരംതിരിച്ച് മാറ്റിയിരുന്നു. അപ്പോൾ വിറകും മറ്റു മാലിന്യങ്ങളും മാറ്റിയ കൂട്ടത്തിൽ ചുടുകല്ലും മുഴുവനും ചാല ബോയ്സ് സ്കൂളിൽ എത്തിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ജനത്തിരക്ക് കൂടുതലായിരുന്നു. തൊഴിലാളികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ടിപ്പറുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഡിലേ വന്നത് റോഡ് ബ്ലോക്ക് കൂടുതലായതുകൊണ്ട് ടിപ്പറുകൾ അൺലോഡ് ചെയ്തിട്ട് വരാനായിട്ട് സമയം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഓരോ ടിപ്പർ 20 മിനിറ്റ് 30 മിനിറ്റ് കൂടുതൽ എടുത്തതിൻ്റെതായ ഒരു ഡിലേ കുറച്ച് സമയമുണ്ട്. പക്ഷേ രാത്രി 8:30യോടുകൂടി പ്രധാനപ്പെട്ട റോഡൊക്കെ തീർത്തു. ആറ്റുകാലിനെ സംബന്ധിച്ച് അവിടെ പൊങ്കാല കഴിഞ്ഞിട്ടാണ് ദേവിയുടെ എഴുന്നള്ളത്ത് ആ പ്രദേശങ്ങളിലെ ഇടറോഡുകളിലൊക്കെ പോകുന്നത്. അപ്പോ അവിടെ ദേവിയുടെ എഴുന്നള്ളത്തിന് ശേഷം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് കുറച്ചുകൂടി. ആ ദേവി പോകുന്ന സ്ഥലത്തൊക്കെ തന്നെ കുത്തിയോട്ടം കഴിഞ്ഞിട്ട്. അപ്പൊ അതെല്ലാ കാലവും ഈ ഇടറോഡുകളിൽ കുത്തിയോട്ടം കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. കുത്തിയോട്ടം പോകുമ്പോഴേക്കും അർപ്പിക്കുന്ന പുഷ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിയോട്ടം കഴിഞ്ഞിട്ടല്ലേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്നസെന്റ് ഒരു സിനിമ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ നേരത്തെ പുറപ്പെടണമെന്ന് ചോദിച്ചതുപോലെ കുത്തിയോട്ടത്തിന് അർപ്പിക്കുന്ന പുഷ്പങ്ങൾ കുത്തിയോട്ടത്തിന് മുമ്പ് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോ അതിനുശേഷം മാറ്റി. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു. മറ്റൊന്ന് നമുക്കറിയാം, ആറ്റുകാൽ ട്രസ്റ്റിന് അവിടെ കുറച്ച് കൂടുതൽ കോമ്പൗണ്ട് ഉണ്ട്. അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റുന്ന അവരാണ്. ഉത്സവം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ ഇപ്പൊ ട്രസ്റ്റിന്റെ സെക്രട്ടറി എനിക്കൊന്ന് 2 ചാനലുകളോട് അദ്ദേഹം അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്ത് എല്ലാ വർഷവും ഇതൊക്കെ മാറ്റുന്നത് അവർ തന്നെയാണ്. അത് 2-3 ദിവസം കഴിഞ്ഞ് ഉത്സവത്തിന്റെ പൂവെല്ലാം ബാക്കി എല്ലാ ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ട് അവർ തന്നെ മാറ്റാറുണ്ട്. ഞങ്ങളോട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടെങ്കിൽ ഒരു 10-20-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പ്രദേശവും വൃത്തിയാക്കി ഞങ്ങൾക്ക് അവിടുത്തെ ഒരു 1/2 ഏക്കറിൽ അല്ല കുറച്ച് പൂ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അവരുടെ പ്രോപ്പർട്ടിക്കകത്ത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. ട്രസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനം നേരത്തെ നടന്നു. നിർമ്മാണ പ്രവർത്തനം കോർപ്പറേഷന്റെ കൺട്രോളിലല്ല. അവരുടെ കല്യാണ മണ്ഡപവും അവിടുത്തെ പ്രതിമ നിർമ്മിക്കുന്നതും ഒക്കെ തന്നെ അവർ ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായി മഴ വന്നപ്പോഴേക്കും അവിടെ കുറച്ച് വെള്ളം ഉയർന്നു. അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യേണ്ടത് ഞങ്ങളാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോ കോർപ്പറേഷൻ നടത്തേണ്ട ഉത്തരവാദിത്തം 100% നിർവഹിച്ചിട്ടുണ്ട്. അതിന്റെ പൊങ്കാലയുടെ ശോഭ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് ജനങ്ങൾ തിരസ്കരിക്കും. മാത്രവുമല്ല, ഇത്തരത്തിൽ മനോഹരമായി നടന്ന ഒരു ആചാരത്തെ
കേവലം രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട്, പ്രത്യേകം ചിലപ്പോൾ ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടായിരിക്കും ചിലരൊക്കെ രംഗത്തിറങ്ങുന്നത്, വെച്ചുകൊണ്ട് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ആരോഗ്യകരമല്ല. അതിൽ നിന്നും പിന്മാറണം, അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തന്വേഷിക്കാനാണ്? ആരാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഇതേ വിദ്യാഭ്യാസ മന്ത്രിയിലെ പൊങ്കാലയുടെ പിറ്റേന്ന് രാവിലെ പറഞ്ഞത് കോർപ്പറേഷൻ കൃത്യമായിട്ട് അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു, നഗരമൊക്കെ ശുചീകരിച്ചു എന്ന്. എന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പിറ്റേ ദിവസം രാവിലെ ഇതേ മന്ത്രിയല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ 24 മണിക്കൂർ മന്ത്രിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു? അപ്പോൾ ഞാൻ നേരത്തെ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്. പൊങ്കാല കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നടത്തിപ്പിനെ, അത് കോർപ്പറേഷൻ മാത്രമല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ വകുപ്പ്. ഞാൻ ആദ്യം തന്നെ പോലീസിനെ കുറിച്ചല്ലേ പറഞ്ഞത്. 1750 പോലീസ് വനിതാ പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വളരെ നന്നായിട്ട് പോലീസ് സേവനം അനുഷ്ഠിച്ചു. ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കോർപ്പറേഷനെയും ചെയ്യും. അതിനൊരു അസ്വസ്ഥതയിൽ അടിസ്ഥാന പ്രശ്നം എന്തെന്നറിയാം? അത് ഈ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഈ വസ്തുത അംഗീകരിക്കണം. തോറ്റാൽ പിന്നെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, തോറ്റായിട്ട് അംഗീകരിക്കണം. പ്രശ്നം അതാണല്ലോ. ഈ തോൽവി ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ തോറ്റത് ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പൊ മേയർ അദ്ദേഹമല്ല, അദ്ദേഹം മേയറായിരുന്ന ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ ജനങ്ങൾ വേറെ മേയറെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മാറി പുതിയ മേയർ. അപ്പൊ പുതിയൊരു മേയർ വരുമ്പോൾ പുതിയൊരു മേയർ വന്നുവെന്നും അവരെയാണ് ജനം തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പുതിയൊരു കോർപ്പറേഷൻ ഭരണസമിതി വന്നുവെന്നും അവരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും അംഗീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോഴും ഈ എല്ലാ ഭരണ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിലാണ് എന്നൊരു ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. എല്ലാം ഞങ്ങളാണ് ചെയ്യാവുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം ഭംഗിയായിട്ട് നോക്കട്ടെ, കോർപ്പറേഷന്റെ കാര്യം ഞങ്ങൾ നോക്കണം. കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭരണസമിതി ഉണ്ട്. ആ ഭരണസമിതി നോക്കാം. അതിന് കൃത്യമായിട്ട് ശേഷിയുള്ളവർ തന്നെയാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നേതൃത്വം കൊടുക്കുന്നത്. ഈ പൊങ്കാല ദിവസം തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്തത് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചില്ലായിരുന്നു? അല്ല, മാധ്യമങ്ങൾ ഒരുപാട് ദൃശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. എല്ലാ വാർത്തയും കാണാൻ പറ്റാറില്ല. പിന്നെ പണ്ടത്തെ പൊങ്കാല കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് പൊങ്കാല കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞുള്ള ദൃശ്യം എടുത്തു വെച്ചിട്ട് ഇന്നലെയും കിടക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തു വിട്ടവരുണ്ട്. ഇന്നലെ തന്നെ പോയി മാധ്യമങ്ങൾ എടുത്ത ദൃശ്യങ്ങളാണ്. അല്ലെ, ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ എവിടെ നിന്ന് ദൃശ്യങ്ങൾ എടുത്തെന്ന് ഞാൻ നോക്കിയിട്ടില്ല. മാധ്യമങ്ങൾ പല ദൃശ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്ര ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ, ഞാൻ എന്റെ മറുപടി പറഞ്ഞല്ലോ. കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. 25-30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് 4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ മാറ്റി ലക്ഷക്കണക്കിനുള്ള ചുടുകല്ലും രാത്രി 10 മണിക്ക് മുമ്പ് ഞങ്ങൾ നിശ്ചയിച്ച സ്ഥലത്തേക്ക് മാറ്റാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടെങ്കിൽ ഈ 5 സെന്റോ 10 സെന്റിലോ കിടക്കുന്ന പൂ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണോ? അതൊക്കെ ഒരു ആചാരത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് മാറ്റുന്ന രീതിയുണ്ട്. അവിടെ ഞങ്ങൾ കയറി ഇടപെട്ടാൽ അത് അതിന്റെയൊക്കെ ലംഘനമായി മാറും. എന്നിട്ട് വാർത്ത വേറെ ആയിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കുവാനാണ് കഴിഞ്ഞ വർഷം എന്തൊക്കെയാണോ ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോഴും നേതൃത്വം കൊടുത്തത്. ഞങ്ങൾ ആരെയും മാറ്റിയിട്ടില്ല. അവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അവിടെ ആത്മാർത്ഥമായിട്ട്. ഇതിലാദ്യം എന്താ ചെയ്തത്? തൊഴിലാളികളെ, ഉദ്യോഗസ്ഥരെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ പിൻവലിപ്പിക്കാനായിട്ട് ഒരാലോചന നടന്നു. ഒരു തൊഴിലാളി പോലും പ്രവർത്തനത്തിന് പിന്നോട്ട് പോയിട്ടില്ല. ആത്മാർത്ഥമായിട്ട് കോർപ്പറേഷൻ മുഴുവൻ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അതുകൊണ്ട് അവിടെയൊന്നും ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. മന്ത്രിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മന്ത്രിയുടെ കീഴിലുള്ള സ്കൂളിൽ വർഷങ്ങളായിട്ട് ഇവിടെ പാർക്കിങ്ങിന്റെ പേരിൽ പിരിവ് നടത്തിയ ഞാൻ പറഞ്ഞ ഇവിടെ മന്ത്രിയായിരുന്നു. ചോദിച്ചു, 1000 രൂപ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ടൂറിസ്റ്റ് ബസ്, പൊങ്കാലയിടാൻ വരുന്ന ഭക്തരെ കൊണ്ടുവരുന്ന ഒരു ബസ് 1000 രൂപ വർഷങ്ങളായിട്ട് ഇങ്ങനെ പിരിവ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ മന്ത്രി അറിയണ്ടേ? ഇതേ മന്ത്രിയുടെ മണ്ഡലത്തിലല്ലേ ഒരു ഓട്ടോ കാർ ഇടാൻ വേണ്ടി 400 രൂപ ചൈരായിട്ട് മുട്ടത്ത്. ഈ മുൻ ഭരണസമിതി ഇരുന്നപ്പോ കരാർ കൊടുത്തിരുന്ന കരാറുകാരനില്ലേ ഒരു കാറിന് രാത്രിക്ക് 750 രൂപ ഗാന്ധി പാർക്കിൽ വാങ്ങിച്ചത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞില്ലേ? ഇതൊക്കെ അറിയണ്ടേ? ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് നിരവധി ദിവസങ്ങൾ
വെള്ളം കിട്ടാറുണ്ടല്ലോ പൈപ്പിലൂടെ. ജല അതോറിറ്റി ഭരിക്കുന്ന കോർപ്പറേഷൻ അല്ലല്ലോ. ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അല്ലെങ്കിൽ ഈ ശ്രുതിയോ ഞാനൊന്നും അല്ലല്ലോ ജലവിഭവ വകുപ്പ് മന്ത്രി. എന്നിട്ട് MLA പ്രശാന്ത് പറഞ്ഞല്ലോ എയർ ബ്ലോക്ക് ഉണ്ടായത് കൊണ്ടാണ് വെള്ളം മുട്ടുണ്ടായെന്ന് പ്രശാന്ത് പറഞ്ഞില്ലേ? എയർ ബ്ലോക്ക് മാറ്റേണ്ടത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണോ? എന്നിട്ട് ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞാനതാ പറഞ്ഞു, അദ്ദേഹം പല കാര്യങ്ങളും മനസ്സിലാക്കാനാണ് പറയുന്നത്. ടാങ്കറിൽ വെള്ളം കൊടുത്തു. ഞങ്ങളവിടെ കൊടി കാണിച്ച ഫ്ലാഗ് ഓഫ് ചെയ്തതാണ്, അല്ല ഒരു ടാങ്കർ ഒരു കൊടിയും വെച്ച് കിട്ടിയില്ല. ഈ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോൾ അദ്ദേഹം ചേച്ചി ഫ്ലാഗ് ഓഫ് ചെയ്ത കൊടി ഏതോ പാർട്ടിയുടെ അതും കെട്ടിവെച്ച് അത് ഏതോ സംഘടനയുടെ കൊടി അത് കെട്ടി. അദ്ദേഹം പറഞ്ഞത് ടാങ്കറിൽ കൊടി വെച്ച് ഷോ കാണിക്കുന്നു. ടാങ്കറിൽ ആരും കൊടി വെച്ചില്ല. ഷോ ആരാ കാണിച്ചത്? സ്പെൻസർ ലോഞ്ച് 2 കുട്ടിയെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോയാ. ഞങ്ങളൊക്കെ രാത്രി വെളുപ്പിന് 3 മണി വരെ ഫീൽഡിലുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയിട്ട് വീട്ടിൽ പോയില്ല. ആരായിരുന്നു? അപ്പോ അത്തരത്തിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് ആരോഗ്യകരം. ഓരോരുത്തരെയും ജനങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരാണ്? അല്ല, പോയി ടാറൊന്നും കുഴിച്ചിടലെന്ന് പറയണം റഹീമിനോട്. കഴിഞ്ഞ അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ മാറ്റി. റഹീമിന്റെ ആവേശം കൊണ്ട് ഫുട്പാത്തൊന്നും ഇടിക്കുകയോ ടാറൊന്നും കുഴിച്ചിടലെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, റഹീം ജില്ലാ സെക്രട്ടറി ആയെന്ന് ജനങ്ങൾ അറിയണം. റഹീം ജില്ലാ സെക്രട്ടറി അതിന്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടിയാണ് റഹീം ഇതൊക്കെ. റഹീം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്കറിയാം. അത് അല്ലേ? റഹീം പണ്ട് തേഞ്ഞിപ്പാലം പോലീസ് ഓഫീസിൽ മാർച്ച് നടത്തിയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ റഹീം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആറ്റുകാൽ പോലുള്ള ഒരു ക്ഷേത്രത്തിനെ, പവിത്രമായ ഒരു ക്ഷേത്രത്തിനെ, ഉത്സവത്തെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണമോ റഹീമിന്റെ ലാൻഡിങ് നടത്തേണ്ടത് എന്ന് റഹീം ആലോചിക്കണം. അതൊരു അപകടകരമായ രാഷ്ട്രീയമാണ്. അതിൽ നിന്നും റഹീം പിന്മാറണം. റഹീം ഇന്നലെ ലാൻഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടു അവർക്ക്. ശ്രുതി അവിടെ നിന്ന് ജയിച്ചു. ശ്രുതിയാണ് അവിടുത്തെ കൗൺസിലർ. ഈ ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടത് അവിടുത്തെ മുൻ കൗൺസിലറുടെ കയ്യിൽ കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, കോർപ്പറേഷൻ ഇത്രയും ദൂരം വ്യാപിച്ച് മണ്ണന്തലം മുതൽ കിടക്കുന്ന പൊങ്കാല, ഇത് ആറ്റുകാൽ മാത്രം DYFIക്ക് ഈ പ്രതിസന്ധി തോന്നിയത്? അപ്പൊ ആറ്റുകാൽ വാർഡ് നഷ്ടപ്പെട്ടു. ആറ്റുകാൽ BJP ജയിച്ചു. തോറ്റതിന്റെ പ്രശ്നം മുൻ കൗൺസിലറുടെ പ്രവർത്തനത്തിലുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ ആവശ്യമാണെങ്കിൽ പറയാം. മെയിൻസ് ഹോസ്റ്റലിന്റെ ഉള്ളിലുള്ള മാലിന്യം പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള മാലിന്യങ്ങൾ മാറ്റാനായിട്ട് സാധിച്ചില്ല. ഞാൻ പറയുന്നു, കോർപ്പറേഷൻ മേയർ പറയുന്നു കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി. ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. കാരണം ഞങ്ങൾ രാത്രി 2 മണി വരെ ഓരോ പ്രദേശത്തു നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ ഒരു പത്രം ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം 1 മണിക്കൂർ മുമ്പേ ഇവിടുത്തെ കട്ടയൊക്കെ വാരി അടുക്കി വെച്ചിരുന്നു. ഇപ്പോൾ അത് 1 മണിക്കൂറുടെ താമസിച്ചു. സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മേയർ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിച്ചു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നോമ്പ് പിടിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അദ്ദേഹത്തിന് വൈകുന്നേരം വേണ്ടി വന്നു, നോമ്പ് തുറക്കാൻ വേണ്ടി വേണ്ടി വന്നു. അതുകൊണ്ട് അവിടെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാൻ സാധിച്ചില്ല. സ്വാഭാവികമായിട്ടും നമുക്കത് കാര്യം അത് മനസ്സിലായി. അദ്ദേഹം വന്നു വളരെ വേഗത്തിൽ. ആ അരമണിക്കൂർ വരാൻ പറ്റാത്ത ഉൾപ്പെടെ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ അത് ചെയ്തു. വേറെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ആ സമയത്ത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വന്നു. ഇതൊക്കെ വൃത്തിയാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം 7 മണിക്ക് വൃത്തിയാക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും 7 മണിക്ക് തന്നെ വൃത്തിയാവണമെന്നില്ല. അവിടെ കുറച്ച് കൂടുതൽ 1000 പൊങ്കാല കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സമയം എടുക്കില്ലേ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന്റെ പുറകിൽ സോഷ്യൽ മീഡിയയും കൊണ്ട്, അതിന്റെ പുറകില് ഓൺലൈൻ ചാനലും കൊണ്ട്, 2-3 ഓൺലൈൻ ചാനൽ തന്നെ ഇതിനു വേണ്ടി പുതിയതായിട്ട് തയ്യാറാക്കി ഇറക്കുന്നവർ ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷവും ഈ ട്രസ്റ്റിന്റെ സ്ഥലത്ത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണ് മാറ്റിയത്. പക്ഷെ ഞങ്ങൾ ഈ പുറകിൽ സോഷ്യൽ മീഡിയയും കൊണ്ട് നടന്ന്, ഓൺലൈൻ ചാനലും കൊണ്ട് നടന്ന് അതിനെ ഊതിവെറുപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ റഹീം കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരെ വോട്ട് പിടിക്കാനാണ് നോക്കേണ്ടത്. ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി ബൂത്തിൽ ലീഡ് ചെയ്ത പാർലമെന്റിൽ BJP ആണ്. ആ ഒരു അവസ്ഥയെക്കാളും ഗതികേടാവും.
വീട് വെച്ച് നൽകുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ ചുടുകട്ടകളൊക്കെ ശേഖരിച്ചിരുന്നോ എല്ലാ തരത്തിലും മുഴുവനായിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അടുത്ത ചോദ്യം ഓർത്തുകൊണ്ടിരുന്നത് അത് കേട്ടാണല്ലോ. ഞാൻ ചിരിച്ചില്ല, ചിരിച്ച അരുണ്ടാണ് പറഞ്ഞു ചിരിക്കരുത്. അല്ല, പാർക്കിംഗ് മാഫിയ ശക്തമായതൊക്കെ തന്നെ ഞങ്ങൾ ശക്തമായിട്ട് പരിശോധിക്കുകയാണ്. ഒരു മാഫിയയും അനുവദിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2023 കരാറ് കഴിഞ്ഞതാണ്. ഗാന്ധി പാർക്കിലെ കരാറ് കഴിഞ്ഞതാണ്. 2023 കരാറ് കഴിഞ്ഞിട്ട് 23 പകുതി 24, 25 ഇത്രയും കാലം ഞങ്ങളിപ്പോൾ മാർച്ച് 31 എല്ലാ കരാറുകളും പുനഃപരിശോധിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2.5-3 വർഷം കൊണ്ട് കരാറ് കഴിഞ്ഞ ആളാണ് അവിടെ പിരിച്ചുകൊണ്ടിരുന്നത്. അല്ല, നിയമവിധേയമല്ലാത്ത ഒരു കാര്യം അനുവദിക്കില്ല. ഈ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങൾ കൂടുതൽ പ്രശ്നമാക്കുന്നതാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതാണല്ലോ അമല പറഞ്ഞത്, 25 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് 4-5 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ മെഷീനറിയോട് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ ചെയ്തത്. ഇന്ന് ട്രസ്റ്റ് സെക്രട്ടറി അത് ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് അവിടെ ചെന്നത് മാറ്റി. അതിനു മുമ്പ് ഈ പുഷ്പങ്ങളൊക്കെ വിതറുന്നത് ഞങ്ങൾ അവിടെ കയറി മാറ്റി. ഒരു കീഴ്വഴക്കമില്ല. മാറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു കീഴ്വഴക്കത്തെ ലംഘനമാവുന്നതിനാണ് ചെയ്യാത്തത്. ഇന്ന് ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ട് ചെയ്തു. അതോടൊപ്പം ഇപ്പോൾ ഹെലികോപ്റ്റർ, ഈ പുഷ്പവൃഷ്ടിക്ക് വേണ്ടി വിമാനം വരാനായിട്ടൊരു തടസ്സം ഉണ്ടായിരുന്നു. പൊങ്കാലയുടെ തലേ ദിവസം ഇവിടെ നടത്തിയ റിവ്യൂ മീറ്റിംഗിൽ കളക്ടറേറ്റിൽ നിന്നുള്ള പ്രതിനിധി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നറിയുന്നത്. ട്രസ്റ്റ് ആവശ്യപ്പെട്ടു. ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യനും സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഇടപെട്ടല്ലേ പിറ്റേന്ന് സാങ്ഷൻ ആക്കിയത്. കേന്ദ്രമന്ത്രി മേയറെ നേരിട്ട് വിളിച്ച് പറയുകയായിരുന്നല്ലോ, ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, സാങ്ഷൻ ആക്കിയിട്ടുണ്ടെന്ന്. ഈ കർണകിയുടെ കർണപുടങ്ങളില് കണ്ണീർ വാദം പ്രയോഗിക്കുന്നത് പോലെ, സമരമുഖങ്ങളിൽ പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചിട്ടും നമ്മുടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഇതുവരെ രേഖപ്പെടുത്തി കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് മനസ്സിലായില്ല ചോദിച്ചു. അവസാനത്തെ മാത്രം മനസ്സിലായി, മറ്റേ മനസ്സിലായി. ആറ്റുകാലിന്റെ സംഭവം പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ കണ്ണീർ പ്രയോഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് കണ്ണീർ വാതക പ്രയോഗമായിരുന്നു. അല്ല, ഒരു ഭരണസമിതിയും ഒരു മേയറും ഒക്കെ പ്രതികരിക്കുന്നതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അത് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ പറയേണ്ടി വരണമെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മുടെ പ്രശാന്ത് തന്നെ പറഞ്ഞു, എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. MLA തന്നെ പറഞ്ഞു എയർ ബ്ലോക്ക് മാറ്റാനുള്ള മെക്കാനിസം കോർപ്പറേഷനില്ലെന്നറിയാം. എന്താണ് അതെ, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. എല്ലാം ഞാൻ നമ്മൾ പറയണ്ടല്ലോ, ജനങ്ങൾ ചിന്തിക്കട്ടെ. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതിന്റെ പിന്നിലും മുന്നിലും ഗൂഢാലോചന വലിയ തലത്തിൽ നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊങ്കാല കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും ചലച്ചിത്ര മേഖലകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണല്ലോ അന്വേഷണവും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം കൂടി, ഈ അന്വേഷണം ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളികൾ തന്നെ നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഞാൻ കണ്ടിരുന്നു. വേറെ ഈ അന്വേഷണം അങ്ങേക്കെതിരെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കരുതേ, കൊണ്ടുപോകണമെന്നറിയാം. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. അപ്പൊ അവർ തോറ്റു. 29 അംഗങ്ങളെയാണ് ജനങ്ങൾ കൊടുത്തത്. ഒരു ടൈം അവർ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കട്ടെ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും ഈ തോറ്റു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാ. എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. MLA തന്നെ പറഞ്ഞു എയർ ബ്ലോക്ക് മാറ്റാനുള്ള മെക്കാനിസം കോർപ്പറേഷനില്ലെന്നറിയാം. എന്താണ് അതെ, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. എല്ലാം ഞാൻ നമ്മൾ പറയണ്ടല്ലോ, ജനങ്ങൾ ചിന്തിക്കട്ടെ. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതിന്റെ പിന്നിലും മുന്നിലും ഗൂഢാലോചന വലിയ തലത്തിൽ നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊങ്കാല കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും
ചലച്ചിത്ര മേഖലയിൽ നിന്നുൾപ്പെടെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണല്ലോ അന്വേഷണവും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം കൂടി, ഈ അന്വേഷണം ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളികൾ തന്നെ നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടിരുന്നു. വേറെ ഈ അന്വേഷണം അങ്ങേക്ക് എതിരെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കരുതേ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണല്ലോ, തോറ്റു എന്ന് അംഗീകരിച്ചാൽ മതി, പ്രശ്നമൊക്കെ മാറും. ഇത് കോർപ്പറേഷൻ ഭരണം നടത്താൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ്റെ ഭരണം മനോഹരമായി ഏത് തരത്തിൽ കൊണ്ടുപോകണമെന്ന് അറിയാം. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. അപ്പോൾ അവർ തോറ്റു. 29 അംഗങ്ങളെയാണ് ജനങ്ങൾ കൊടുത്തത്. ഒരു ടൈം ഒരു പ്രതിപക്ഷത്ത് പ്രവർത്തിക്കട്ടെ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും ഈ തോറ്റു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം ഞാനാണ് സീനിയർ എന്നൊക്കെ പറയുന്നത്. അല്ല, ഞാനാണ് ഇപ്പൊ പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള സീനിയോറിറ്റി ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെ. ആശയപരമായി സ്വാഭാവികമായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ലാൻഡിങ് തന്നെ ഇത്രയും മനോഹരമായ ഒരു ആചാരത്തെ വിവാദത്തിലാക്കിക്കൊണ്ട് വേണം അദ്ദേഹം നഗരം ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത്. അവിടെ എവിടെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുകയാണ്? എന്തിനാ ഇറങ്ങുന്നത്? ഇങ്ങനെയൊക്കെ എന്തിനാ? ഇതൊക്കെയാണ് ഷോ. എല്ലാം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടു, ഫുട്പാത്തിലൂടെ നടക്കാൻ സാധിക്കും. അത് അവരുടെ CPM തട്ടിടവ് ചെയ്യുന്നുണ്ടാണ്. അവര് ഫുട്പാത്ത് മൊത്തം കയറി തട്ടിടവ് ചെയ്യുന്നുണ്ടാണ്. കൊടിയും തട്ടിട, അവരെ കൊടിയും മാറ്റി അനധികൃതമായിട്ട് വച്ചേക്കുന്ന തട്ടിട മാറ്റി റഹീമിന് സുഖമായിട്ട് കിടക്കാം. കമന്റൂടെ ഞാൻ പറയുന്നില്ല, അല്ല അത് തമാശയാണ്. നിങ്ങൾ പറഞ്ഞോ, ഈ ഫുട്പാത്തിലൂടെ നടക്കാൻ പറ്റാത്ത തരത്തിൽ തിരുവനന്തപുരത്ത് നഗരസഭ വൃത്തിയാക്കേണ്ട എവിടെയാ പ്രശ്നമുള്ളത്? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ഥലം പറയാനുണ്ടോ? ഞങ്ങൾ തരാം. ഒരു കാര്യം അത് വളരെ പ്രധാനമാണ്. അത് മേയറായിരുന്നു, മന്ത്രിയാണ്, മന്ത്രിയായിരുന്നു. സീനിയോറിറ്റി അദ്ദേഹമാണ്. എത്തിയില്ല. എന്റെ പ്രസവത്തെ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അദ്ദേഹം കുറച്ച് നേരത്തെ ജനിച്ചു. എന്നെക്കാളും 15 വർഷം മുമ്പ് ജനിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കയ്യിലും നിൽക്കുന്ന കാര്യങ്ങളിലാവുന്നു. അദ്ദേഹം എന്നെക്കാൾ നേരത്തെ ജനിച്ചിട്ട് അദ്ദേഹം സീനിയറായി. ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സിമ്പിളല്ലേ ഇത്? കാരണം ഇതിലൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഇതൊക്കെ നിർത്തിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പഠിക്കട്ടെ. അല്ല, അരുൺ ഇത് റീപ്രൊഡ്യൂസ് ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്നെക്കാൾ ഇപ്പൊ ഗോവൻ ചേട്ടൻ എന്നെക്കാൾ സീനിയറാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗോവൻ ചേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇല്ല, വേറൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അത് പറയുമ്പോൾ ഞങ്ങളൊക്കെ വഴിവെട്ടി വന്നവരാണ്. ബഹുമാനപ്പെട്ട EMSഉം P കൃഷ്ണപിള്ളയും AKGയും ഉൾപ്പെടെയുള്ളവർ പടുത്തുയർത്തിയ പ്രസ്ഥാനം നിരവധി നാളായി കേരളത്തിലെ ഭരണമൊക്കെ നേടിയത് സമയത്ത് അദ്ദേഹം മേയറായതാണ്. 5% 6% വോട്ടുണ്ടായിരുന്ന പാർട്ടിയെ ഞങ്ങൾ പ്രവർത്തനം നടത്തി പ്രവർത്തകരോടും ജനങ്ങളോടൊപ്പം ഇരുന്ന് ശക്തമായ എതിർപ്പുകളെയും വിയോജിപ്പുകളെയും നേരിട്ട് 5 വർഷം പ്രതിപക്ഷത്തിന് വളരെ ശക്തമായിട്ട് നേതൃത്വം കൊടുത്ത് ഈ കൗൺസിലിനകത്ത് ഭരണപക്ഷത്തെക്കാൾ സജീവമായിരുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കോർപ്പറേഷന്റെ ഭരണം പിടിച്ച് മേയറായ ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. പരമ്പരാഗതമായി ആരും നേടിത്തന്നിട്ട് ഞങ്ങൾ വന്നിരുന്നവരല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾ വഴിവെട്ടി വന്നവരാണ്. അദ്ദേഹത്തിന് വഴിവെട്ടി കൊടുത്തത് ആരാധനായ EMSഉം AKGയും P കൃഷ്ണപിള്ളവരുള്ളവരാണ്. ഇനി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണോ? സീനിയാരിറ്റിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം മേയറായിരുന്ന കാര്യം ചർച്ച ചെയ്യാം. വിളപ്പിൽശാല നമ്മളിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ? വിളപ്പിൽശാല ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരം അനുഭവിക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹം അല്ലായിരുന്ന മേയർ. വളരെ നല്ലൊരു പദ്ധതി
ഒരു നിഷ്കളങ്കരായ എന്തും സ്വീകരിക്കാൻ തയ്യാറായ ഒരു ജനത അവിടെ കൊണ്ടുപോയിട്ട് ആ പദ്ധതിയെ നടപ്പിലാക്കി, വികലമായി നടപ്പിലാക്കി. വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് മുഴുവനും വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴാണ്? ആര് മേയറായിരിക്കുമ്പോഴാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ സീനിയോറിറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ മേയർ എന്ന നിലയ്ക്കും അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. ഞാൻ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. നമുക്ക് കഴിഞ്ഞ 40-45 വർഷത്തെ തിരുവനന്തപുരത്തെ പ്രവർത്തന ചരിത്രം ചർച്ച ചെയ്യാം. ഞാൻ തയ്യാറാണ്. യെസ്. ഈ ശ്രുതി അടക്കമുള്ള കൗൺസിലർമാർക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങളല്ല പ്രതിഷേധ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പരാതിയുണ്ട്. ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ അധിക്ഷേപം, പരാമർശം, സോഷ്യൽ മീഡിയ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇതിലെ ഈ അസ്വസ്ഥത ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ഇന്നലെ ഗാന്ധി പാർക്കിൽ നിങ്ങൾ പലരും വന്നിരുന്നു. PMBU എന്നൊരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഭവൻ യോജന. സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒരു എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് കേരളത്തിൽ വീട് കിട്ടാത്തത്, ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്തത്. അവരൊക്കെ തന്നെ അസ്വസ്ഥത കൊണ്ട് നടക്കുകയാണ്. കോർപ്പറേഷൻ അണ്ണാൻ കുഞ്ഞൻ തന്നാലായെന്ന് പറയുന്നത് പോലെ ഞങ്ങളൊരു ചെറിയ കോർപ്പറേഷനാണ്. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങളവർക്ക് വീട് കൊടുക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ നല്ല ജനങ്ങളെ വിളിച്ചു, അവർ വന്നു, ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങളവർക്ക് എലിജിബിലിറ്റി, അവരെ തിരഞ്ഞെടുത്താനുള്ള സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അടുത്ത നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഞങ്ങൾ അവർക്ക് ആദ്യം കൂടി പണം കൊടുക്കും. ആ പൈസ കോർപ്പറേഷൻ്റെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലോ, ഞങ്ങൾ ചുമതലയേറ്റ് 2 മാസമല്ലേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പറയുന്നു 2000 പേർക്ക് ആദ്യ ഗഡുവോ രണ്ടാമതോ ഗഡുവോ കൊടുക്കുവാനുള്ള പണം ഞങ്ങൾ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടിലെ പണവും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ജനങ്ങളെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പണം കൊടുക്കും. പരമാവധി നിയമ നടപടികൾ പൂർത്തിയായി സാധിക്കുമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നല്ലേ അവിടെ. അപ്പം അതിൽ അസ്വസ്ഥതയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന കൗൺസിൽ യോഗത്തിൽ LDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്താ പറഞ്ഞത്? ഞങ്ങൾ വിളിക്കാൻ പോവുകയാണ് ഗുണഭോക്താക്കളെ. നമുക്ക് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഒരു കോർപ്പറേഷനെ ഒരു സംസ്ഥാന സർക്കാർ ചലഞ്ച് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇത്രയും ദിവസം എന്തുകൊണ്ട് അവരത് വിളിച്ചില്ല? അപ്പോൾ അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഈ അസ്വസ്ഥതകൾ ഉണ്ടാവും അവർക്ക്. അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ ഇതിൽ പ്രതിഫലിക്കും. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ തള്ളിക്കളയും. ഞങ്ങൾ ആറ്റുകാൽപ്പൊങ്കാലിന്റെ ശുചീകരണവും പ്രക്രിയകളും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് അടുത്ത നടപടികളിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പിൻവാങ്ങണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ RDO റിപ്പോർട്ടൊക്കെ നമുക്ക് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യം മാറ്റേണ്ട ഏതെങ്കിലും